എന്തുകൊണ്ടാണ് ഹിറ്റ്ലർ അധികാരത്തിൽ വന്നത്? ജർമ്മനിയുടെ ഈ വേഴ്സായി ട്രീറ്റി എന്ന് പറയുന്നത് വളരെ മോശം ആയിരുന്നു ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അപമാനവും നഷ്ടവും, അവർക്ക് കൊടുക്കാൻ പറ്റാത്തൊരു തുകയാണ് അവരോട് കൊടുക്കണമെന്ന് പറഞ്ഞത്, നഷ്ടപരിഹാരമായിട്ട്. അതിൽ നിന്നെല്ലാം ജർമ്മനിയെ മോചിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് ഹിറ്റ്ലർ വന്നത്. ഹിറ്റ്ലർ സൈന്യത്തെ റേസ് ചെയ്തു, വിമാനങ്ങൾ നിർമ്മിച്ചു തുടങ്ങി, വേഴ്സായി ട്രീറ്റി വലിച്ച് കാറ്റിൽ പറത്തി. കടമൊന്നും ഇങ്ങനെ നിങ്ങൾ പറയുന്ന പൈസ ഒന്നും ഞങ്ങൾ തരില്ല. ആരും ഒന്നും മിണ്ടുന്നില്ല. ബ്രിട്ടൻ മിണ്ടുന്നില്ല, ഫ്രാൻസ് മിണ്ടുന്നില്ല, അമേരിക്ക മിണ്ടുന്നില്ല, റഷ്യ മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. അങ്ങനെ ഇരിക്കെ 38-ൽ ഓസ്ട്രിയ കീഴടക്കുന്നു, ആരും മിണ്ടുന്നില്ല. 39-ൽ ജർമ്മനി ചെക്കോസ്ലാവിയക്കയിൽ സുഡറ്റൻ ലാൻഡ് എന്ന് പറയുന്ന ജർമ്മൻകാർ അധിവസിക്കുന്ന ഒരു പ്രദേശം കീഴടക്കുന്നു. അപ്പോഴത്തേക്ക് വലിയ പ്രശ്നമായി. നെവിൽ ചേംബർലൈൻ ആയിരുന്നു അന്ന് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി. അദ്ദേഹം ഓടി ബെർലിനിൽ വരുന്നു, മ്യൂണിക്കിൽ വരുന്ന മ്യൂണിക് പാക്ട് എന്ന് പറയുന്ന ഒരു പാക്ട് ഉൾപ്പെടുന്നത്. എന്താണ് അതിനകത്ത് ഇത്ര പറഞ്ഞത്? നിങ്ങൾ ഇത്രയും പിടിച്ചു, ഇനി പിടിക്കരുത്, യുദ്ധമില്ല, ഇത്രയും പിടിച്ചു, ഇനി പിടിക്കരുത്. അങ്ങനെ സുഡറ്റൻ ലാൻഡ് കീഴടക്കിയപ്പോൾ നെവിൽ ചേംബർലൈൻ വന്ന് ട്രീറ്റി ഒപ്പിട്ട് തിരിച്ച് ബ്രിട്ടനിൽ ചെന്നു. ട്രീറ്റി ഇത്രയായിരുന്നു, ഇത്രയും പിടിച്ചോ, ഇനി പിടിക്കരുത്. അപ്പോൾ ഹിറ്റ്ലർ പറഞ്ഞു, മതി, ഇത്രയും മതി, തൽക്കാലം ഇത്രയും മതി, ഇനി കൂടുതൽ ഞങ്ങൾ പിടിക്കുന്നില്ല. ഹിറ്റ്ലർ ഇങ്ങനെ പതഞ്ഞു പൊങ്ങുകയാണ്. ലോകം കീഴടക്കണം, ജർമ്മനിക്കാർക്ക് ജീവിക്കണം, ആര്യൻ റൈസിനെ പടർത്തണം. നെവിൽ ചേംബർലൈൻ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ അവിടെ ചെന്ന നെവിൽ ചേംബർലൈൻ കേൾക്കുന്ന വാർത്ത കുറച്ച് കഴിഞ്ഞ് സുഡറ്റൻ ലാൻഡ് മാത്രം പിടിച്ച ജർമ്മൻ സൈന്യം ചെക്കോസ്ലാവാക്യ മുഴുവൻ പിടിച്ചു. എന്താ ചെയ്യുക? അതിനുശേഷമാണ് വിൻസ്റ്റൺ ചർച്ചിൽ വരുന്നത്. വാർ ക്യാബിനറ്റിൽ ചേരുന്നു, പിന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നു. ഈ ഘട്ടത്തിലാണ് പോളണ്ട് എന്ന് പറയുന്ന രാജ്യം. പോളണ്ട് എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുക്കുന്നത്, പഞ്ച് ബാഗാണ്. എല്ലാവരും ഇടി പഠിക്കുന്നത് പോളണ്ടിലാണ്. പോളണ്ട് ആരൊക്കെ പിടിച്ചിട്ടുണ്ട് എന്നൊരു ചരിത്രം, ഇത്രയധികം പീഡിപ്പിക്കപ്പെട്ടൊരു ജനത യൂറോപ്പിൽ വേറെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പോളണ്ട് കീഴടക്കണം എന്നുള്ളത് അടുത്ത ആവശ്യം ഹിറ്റ്ലറുടെ. പോളണ്ട് കീഴടക്കണം എന്നുള്ള ആവശ്യം വന്നപ്പോൾ തന്നെ ഹിറ്റ്ലർ ഒരു കാര്യം മനസ്സിൽ കണ്ടു. പോളണ്ട് കീഴടക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഒക്കെ യുദ്ധത്തിന് വരും. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, അവരുമായിട്ട് യുദ്ധം ചെയ്യാം. പക്ഷെ അതേസമയം കിഴക്ക് കിടക്കുന്ന റഷ്യ പോലെയുള്ള ഒരു കൂറ്റൻ രാജ്യം, അതിനെ അടക്കി നിർത്തിയെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ അദ്ദേഹം സ്റ്റാലിനുമായി ചേർന്ന് കമ്മ്യൂനാസി ട്രീറ്റി ഉൾപ്പെടും. കമ്മ്യൂണിസം പ്ലസ് നാസി അല്ലേ? നമ്മൾ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികളായിട്ട് ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാരെയാണ്. കമ്മ്യൂണിസ്റ്റുകൾ ഹിറ്റ്ലറുമായിട്ടുണ്ടാക്കിയ സന്ധിയുടെ പേരാണ് കമ്മ്യൂനാസി എന്ന്. അതൊരു ടേമാണ്, അതൊരു നിയോലോജിസമാണ്. അങ്ങനൊരു ട്രീറ്റി ഉണ്ടാക്കി. അപ്പോൾ എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, കമ്മ്യൂണിസ്റ്റുകൾ ഫാസിസ്റ്റുകളുമായി വളരെ കൃത്യമായി 22 മാസം നീണ്ടു നിന്ന അനാക്രമണ സന്ധി ഉണ്ടായിരുന്നു. അങ്ങനെ പോളണ്ട് കീഴടക്കാനായിട്ട് ബ്രിട്ടനല്ല, ജർമ്മനി തീരുമാനിച്ചു. ജർമ്മനിയുടെ സൈന്യം പോളണ്ടിൽ കയറി പകുതിയോളം കീഴടക്കി കഴിയുന്ന സമയത്ത് 17 ദിവസത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ്റെ സൈന്യം, അതായത് റഷ്യയുടെ സൈന്യം കിഴക്ക് ഭാഗത്ത് നിന്ന് പോളണ്ടിനെ കീഴടക്കുന്നു. അങ്ങനെ പോളണ്ട് രണ്ടുപേരുടെ നുള്ളി പറിച്ചെടുക്കുന്നു. ഒന്ന് ഫാസിസ്റ്റ് ഹിറ്റ്ലർ, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് സ്റ്റാലിൻ. പോളണ്ട് രണ്ടുപേരുടെയും കയ്യിൽ. ഈ ഘട്ടത്തിലാണ് സഖ്യകക്ഷികൾ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. യുദ്ധം പ്രഖ്യാപിച്ചു എന്നല്ലാതെ അവർ കാര്യമായി യുദ്ധമൊന്നും ചെയ്യില്ല. ഫോണി വാർ എന്നറിയപ്പെടുന്നു. ചുമയും ഇതൊക്കെ ഉള്ളൂ, അല്ലാതെ ശരിക്കും യുദ്ധം വളരെ കുറവാണ്. അങ്ങനെ 5-6 മാസം ഇങ്ങനെ നിൽക്കുകയാണ്. ഹിറ്റ്ലറെ ആരും ഒന്നും ചെയ്യുന്നില്ല. അതിനുശേഷമാണ് ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നു? പടിഞ്ഞാറോട്ട് പോകുന്നു. പടിഞ്ഞാറ് ബെൽജിയം, നോർവേ, നെതർലൻഡ്സ് കഴിഞ്ഞിട്ട് ഫ്രാൻസിലേക്ക് കയറുന്നു. ഫ്രാൻസ് 2 ആഴ്ച കൊണ്ടാണ് വീണത്. ലോകം ഞെട്ടിപ്പോയി. 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ ലഹരിയിൽ മതിമറന്നിരുന്ന ഫ്രാൻസ് വെറും 2 ആഴ്ച കൊണ്ട് ഹിറ്റ്ലറുടെ മുന്നിൽ വീഴുകയാണ്. പിന്നീട് ഇറ്റലി ജർമ്മനിയുടെ കൂടെ ചേരുന്നു. അപ്പോഴത്തേക്ക് ഹിറ്റ്ലർ തീരുമാനിച്ചതാണ്, പടിഞ്ഞാറ് ഭാഗമെല്ലാം ഓക്കെ ആയി, ബ്രിട്ടൻ പുറത്ത് കിടക്കുകയാണ്, ഭൂഖണ്ഡത്തിന് പുറത്ത് കിടക്കുക, ഒരു ഐലൻഡാണ്, ഇനി ഒന്നും ചെയ്യാനില്ല. ഈ സമയത്ത് യൂറോപ്പിൻ്റെ മിക്കവാറും നല്ലൊരു ഭാഗം പിടിച്ചടക്കിയ ഹിറ്റ്ലർക്ക് അഭിനന്ദന സന്ദേശം എഴുതുന്നു സ്റ്റാലിൻ. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. സ്റ്റാലിൻ നോക്കുന്ന ഇതാണ്, റഷ്യയെ സംരക്ഷിക്കുക. ഫാസിസം, നാസിസം അങ്ങനെയുള്ള ഇസങ്ങളൊന്നും സ്റ്റാലിന് പ്രശ്നമല്ല. ചർച്ചിൽ ഇംഗ്ലണ്ടിൽ, ബ്രിട്ടനിൽ ഐസൊലേറ്റഡായി. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയിലും ഒറ്റയാനായി മാറി. ഈ സമയത്ത് സ്റ്റാലിൻ്റെ ഭയം, ഹിറ്റ്ലർ പടിഞ്ഞാറ് മുഴുവൻ ക്ലീൻ ചെയ്തു, പോളണ്ട് പകുതി പിടിച്ചെടുത്തു, ഓസ്ട്രിയ പിടിച്ചെടുത്തു, ചെക്കോസ്ലോവാക്യ പിടിച്ചെടുത്തു, ഇനി തനിക്കെതിരെ തിരിയും. അനാക്രമണ സന്ധിയെ ഒപ്പിട്ടെങ്കിലും സ്റ്റാലിൻ ഒരിക്കലും ഉറങ്ങിയിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും തങ്ങൾക്കെതിരെ തിരിയാം എന്നുള്ളൊരു വാദം. ഈ അനാക്രമണ സന്ധി ഇങ്ങനെ നീണ്ടു പോകുമ്പോഴും വിൻസ്റ്റൺ ചർച്ചിൽ സ്റ്റാലിനോട് പറയും, നിങ്ങൾ ഹിറ്റ്ലറുമായിട്ട് സന്ധി കൂടരുത്,
സന്ധി കൂടിയിട്ട് വലിയ കാര്യമില്ല, നിങ്ങളെ ആക്രമിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് അവരെ ഹിറ്റ്ലറെ സംബന്ധിച്ചുള്ള സന്ധി. ഹിറ്റ്ലർ എന്ത് ചെയ്യും? ആദ്യം വിൻസ്റ്റൺ ചർച്ചിൽ അയച്ചൊരു കത്തുണ്ട്, സ്റ്റാലിന് അയച്ചൊരു കത്തുണ്ട്. സ്റ്റാലിന് നേരെ ഈ കത്ത് ചോർത്തി ഹിറ്റ്ലർക്ക് കൊടുക്കും. എന്നിട്ട് ഹിറ്റ്ലർ മുമ്പ് ആളാവാൻ ഭയങ്കര ലോയൽറ്റി കാണിക്കണം. അയാൾ ഇങ്ങനെ അയച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ നെവിൽ ചാമ്പർലൈൻ ഇവിടെ വന്ന് മ്യൂണിക് പാക്ട് ഒപ്പിട്ടപ്പോഴേ സ്റ്റാലിന് സംശയം ഉണ്ടായിരുന്നു, എന്താണ് ഈ ജർമ്മനിയുമായിട്ട് ഇങ്ങനെ ഒരു സന്ധി ചെയ്യുന്നത്? ജർമ്മനിയുമായിട്ട് സന്ധി ചെയ്ത് കഴിഞ്ഞാൽ ജർമ്മനി വേറെ യുദ്ധമൊന്നും ചെയ്യാല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കെതിരെ വരും. അതുകൊണ്ട് ആ സന്ധി തന്നെ അദ്ദേഹത്തിന് സംശയമായിരുന്നു. ഇരു കൂട്ടരും പരസ്പരം സംശയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് മൊളോട്ടോവ് എന്ന് പറയുന്ന റഷ്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജർമ്മനിയിൽ പോകുന്നു, സംശയത്തിൻ്റെ അങ്ങേയറ്റം. അപ്പോൾ അവർ സംസാരിക്കുന്നു പല കാര്യങ്ങളും. ഇപ്പോൾ പറയുന്നു, നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ശരിയല്ല എന്ന് ഹിറ്റ്ലർ പറയുന്നു. അതിൻ്റെ പ്രധാന കാരണം റഷ്യ ഫിൻലൻഡ് കീഴടക്കിയതിന് ശേഷം റൊമാനിയയിലെ കുറേ സ്ഥലങ്ങൾ പിടിച്ചെടുത്തു. അപ്പോൾ റഷ്യയും ജർമ്മനിയായിട്ടുള്ള കരാർ പ്രകാരം ഓക്കെയാണത്. പക്ഷേ ചില സ്ഥലങ്ങൾ കരാറിലില്ലാത്ത സ്ഥലങ്ങളും പിടിച്ചെടുത്തു. അതോടുകൂടി ഹിറ്റ്ലർക്ക് ഭയങ്കര സംശയമായി. എന്നിട്ട് ഹിറ്റ്ലർ അത് ചോദ്യം ചെയ്തു. അപ്പോൾ അവസാനം മൊളോട്ടോവ് ജർമ്മനിയിൽ വരികയാണ്, ബെർലിനിൽ വരികയാണ്. വളരെ രാജകീയമായിട്ട് തന്നെ റഷ്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ്, അദ്ദേഹത്തെ സ്വീകരിച്ചു. അപ്പോൾ അവിടെ വെച്ച് ജർമ്മൻകാർ അവരോട് പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ബ്രിട്ടനെ തോൽപ്പിക്കാനായി സഹായിക്കുക. ബ്രിട്ടൻ തോറ്റു കഴിഞ്ഞാൽ ബ്രിട്ടൻ ലോകമെമ്പാടും കോളനികളാണ്. ഓസ്ട്രേലിയ കോളനി, ആഫ്രിക്ക കോളനി, അമേരിക്ക കോളനി, ഇന്ത്യ കോളനി. ഈ കോളനികൾ അനാഥമായി തീരും, നമുക്കത് വീതിച്ചെടുക്കാം എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് കോളനികൾ വീതിച്ചെടുക്കുന്നതിനേക്കാൾ കൂടുതൽ റഷ്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രിക്ക് വേണ്ടിയിരുന്നത് ചില ഉറപ്പുകളാണ്. നിങ്ങൾ എത്രത്തോളം ചെക്കോസ്ലോവാക്യയിൽ കയറി വരും, എത്രത്തോളം റുമാനിയയിൽ കയറി വരും, എത്രത്തോളം ഹംഗറിയിൽ കയറി വരും, അവിടെ എത്ര ഞങ്ങൾക്ക് കിട്ടും, ഈ യൂറോപ്പിൽ തന്നെ ഞങ്ങൾക്ക് ഫിൻലൻഡ് വേണം, ചെക്കോസ്ലോവാക്യയുടെ ഭാഗങ്ങൾ വേണം, ടർക്കി വേണം, ഇങ്ങനെ ആവശ്യങ്ങൾ ഉന്നയിച്ചു. ഹിറ്റ്ലർക്ക് ദേഷ്യമായെങ്കിലും പുറത്തുനിന്ന് കാണിച്ചില്ല. അങ്ങനെ തിരിച്ചുപോയി. അപ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലായി, സ്റ്റാലിന് മനസ്സിലായി, ജർമ്മനി ആക്രമിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. കമ്മ്യൂണാസി ഫാക്ട്, മൊളോട്ടോവ് റിബൻട്രോപ്പ് എന്ന് പറയുന്നത് ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി. ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി സ്റ്റാലിനെ കാണാൻ പോയപ്പോൾ അവിടെ ചെന്നിട്ട് സ്റ്റാലിനെ കണ്ടപ്പോൾ ഹെയിൽ ഹിറ്റ്ലർ എന്നുള്ള മുദ്രാവാക്യം വിളിച്ചു എന്നാണ് പറയുന്നത്. സ്റ്റാലിൻ നമ്പറുന്നു. ഇവരങ്ങനെയാണ്, അങ്ങനെ വിളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവൻ അങ്ങ് തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവില്ല. അതാണ് എൻ്റെ അവസ്ഥ. ഇത് നാസി ജർമ്മനിയായിട്ട് മാത്രമല്ല സ്റ്റാലിൻ സഖ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അതേസമയം അപ്പുറത്തെ ഭാഗത്ത്, അതായത് കിഴക്ക് ഭാഗത്ത് നിന്ന് ജപ്പാൻ ഉണ്ട്. ജപ്പാൻ ഇമ്പീരിയലിസ്റ്റ് ജപ്പാനാണ്. ജപ്പാനുമായിട്ട് സഖ്യമുണ്ട്. അതായത് രണ്ട് ഇമ്പീരിയലിസ്റ്റിനെതിരെയുള്ള സമരം എന്നാണ് രണ്ടാം ലോക മഹായുദ്ധത്തെ ഇവിടെ പലരും വിശേഷിപ്പിക്കുന്നത്. പക്ഷേ സോവിയറ്റ് യൂണിയൻ രണ്ട് ഇമ്പീരിയലിസ്റ്റ് ശക്തികളുമായിട്ടും മിക്കവാറും എല്ലാ ഫാസിസ്റ്റ് ശക്തികളുമായിട്ട് സഖ്യം ചെയ്ത് സ്വയം രക്ഷിക്കാൻ നോക്കിയിട്ടുണ്ട്. ഈവൻ മറ്റു രാജ്യങ്ങൾ, ഈവൻ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അമേരിക്കയോ ഫ്രാൻസോ അല്ലെങ്കിൽ ബ്രിട്ടനോ ബെൽജിയമോ അവരാരും ഈ ഫാസിസ്റ്റ് സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല.